കേരളത്തിന്റെ ഗതാഗത വികസനം ഒരു വഴിത്തിരിവിലാണ്. വിവാദങ്ങളിൽ കുടുങ്ങി സിൽവർ ലൈൻ പദ്ധതി അനിശ്ചിതത്വത്തിലായപ്പോൾ ആ അസാധ്യ ദൗത്യം ഏറ്റെടുക്കാൻ ഒരു രക്ഷകൻ വീണ്ടും അവതരിക്കുന്നു. അതെ, ഭാരതത്തിന്റെ മെട്രോമാൻ ഇ ശ്രീധരൻ വീണ്ടും വരികയാണ്. ഇത്തവണ വെറുമൊരു ഉപദേശകനായല്ല, കേരളത്തിന്റെ വികസന രേഖ അടിമുടി മാറ്റിവരയ്ക്കാൻ റെയിൽവേ മന്ത്രാലയത്തിന്റെ പൂർണ്ണ പിന്തുണയുള്ള നായകനായിട്ടാണ് ഇ ശ്രീധരന്റെ മടങ്ങിവരവ്. പാമ്പൻ പാലത്തിന്റെ പുനർനിർമ്മാണം മുതൽ കൊങ്കൺ റെയിൽവേ എന്ന എഞ്ചിനീയറിംഗ് അത്ഭുതം വരെ, ഡൽഹി മെട്രോയുടെ വിജയഗാഥ മുതൽ കൊച്ചി മെട്രോയുടെ നിർമ്മാണം വരെ, പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ച ഈ കർമ്മയോഗി വീണ്ടും കർമ്മപഥത്തിൽ സജീവമാകുന്നു. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ തലപ്പത്തിരുന്ന് കേരളത്തിനായി അദ്ദേഹം ഒരു പുതിയ അതിവേഗ പാതയ്ക്ക് രൂപരേഖ തയ്യാറാക്കുകയാണ്. സംസ്ഥാന സർക്കാർ വലിയ കൊട്ടിഘോഷങ്ങളോടെ കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതി ജനരോഷത്തിലും സാങ്കേതിക തടസ്സങ്ങളിലും തട്ടി നിൽക്കുകയാണ്. എന്നാൽ സിൽവർ ലൈൻ വെറും ഓർമ്മയാകാൻ പോവുകയാണ്. പകരം വരുന്നത് പ്രായോഗികവും ജനസൗഹൃദവുമായ പുതിയൊരു പദ്ധതിയാണ്. സിൽവർ ലൈൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഭൂമി ഏറ്റെടുക്കലായിരുന്നു. കേരളത്തെ 2 കഷ്ണങ്ങളാക്കുന്ന മതിൽക്കെട്ടുകൾ പരിസ്ഥിതിക്ക് ദോഷമാകുമെന്ന് ശ്രീധരൻ അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശ്രീധരൻ വിഭാവനം ചെയ്യുന്ന പുതിയ അതിവേഗ റെയിൽപാത സിൽവർ ലൈനിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ഒന്നാമതായി, ഇത് സ്റ്റാൻഡേർഡ് ഗേജിന് പകരം ഇന്ത്യൻ റെയിൽവേയുടെ സ്വന്തം ബ്രോഡ് ഗേജ് പാതയാണ്. അതായത് ഭാവിയിൽ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് ഉൾപ്പെടെ ഈ പാത ഉപയോഗിക്കാം. രണ്ടാമതായി, ഭൂമി ഏറ്റെടുക്കൽ കുറയ്ക്കാൻ മേൽപ്പാലങ്ങളും തുരങ്കങ്ങളും പരമാവധി ഉപയോഗിക്കും. കേരളത്തിന്റെ പ്രകൃതിയെ നോവിക്കാതെ, ജനങ്ങളെ കുടിയൊഴിപ്പിക്കാതെ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത ഉറപ്പാക്കുന്ന വിദ്യയാണ് മെട്രോമാൻ ഇവിടെ പ്രയോഗിക്കുന്നത്. സിൽവർ ലൈനിന് കേന്ദ്രാനുമതി ലഭിക്കാൻ സംസ്ഥാന സർക്കാർ കാത്തുനിന്നെങ്കിലും നടന്നില്ല. എന്നാൽ പുതിയ പദ്ധതി റെയിൽവേ മന്ത്രാലയം നേരിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 9 മാസത്തിനുള്ളിൽ പദ്ധതി രേഖ പൂർത്തിയാക്കി പൊന്നാനിയിൽ പുതിയ ഓഫീസ് തുറന്ന് പ്രവർത്തനം തുടങ്ങാൻ ഒരുങ്ങുകയാണ്. DMRC പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ ഒഴിവാക്കാനും ഗുണകരമാകും. മെട്രോമാന്റെ ഇഫക്റ്റ് കേരളം നേരത്തെ കണ്ടതാണ്. പാലാരിവട്ടം പാലം മാസങ്ങൾക്കുള്ളിൽ തീർത്തതുപോലെ, കൊച്ചി മെട്രോ അതിവേഗം ഓടിച്ചതുപോലെ കേരളത്തിന്റെ പുതിയ റെയിൽ സ്വപ്നങ്ങളും അദ്ദേഹത്തിന്റെ കൈകളിൽ സുരക്ഷിതമാണ്. സിൽവർ ലൈൻ ഇനി കടലാസിൽ ഒതുങ്ങുമോ? കേരളത്തിന്റെ യാത്രാ ദുരിതത്തിന് ഇ ശ്രീധരൻ ശാശ്വത പരിഹാരം കാണുമോ? കാത്തിരുന്നു കാണാം. കേരളം മാറുകയാണ് അതിവേഗത്തിൽ.